നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ LDC 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 8 ആണെന്ന്. ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 8 ആണെന്ന്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേഘങ്ങളെ പറ്റിയാണ്. എന്താണ് മേഘങ്ങൾ? അന്തരീക്ഷത്തിലെ ഉയർന്ന തലത്തിൽ ബാഷ്പം ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന നേർത്ത ജലകണികകളുടെയോ ഹിമകണികകളുടെയോ സഞ്ചയം അഥവാ കൂട്ടമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മേഘങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബാഷ്പം അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ ഭൂമിയിലുള്ള ജലം സൂര്യപ്രകാശത്തിൽ നിന്നും താപം സ്വീകരിച്ച് ബാഷ്പീകരണത്തിലൂടെ എവിടെ എത്തുന്നു? അന്തരീക്ഷത്തിൽ എത്തുന്നു. നമുക്കറിയാം, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില എന്ത് ചെയ്യോടെ കുറയും. ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ജലകണികകൾക്ക് എന്ത് സംഭവിക്കും? അവ നീരാവിയിൽ നിന്ന് എന്ത് ചെയ്യും? ഘനീഭവിച്ചു തുടങ്ങും. ഇങ്ങനെ ഘനീഭവിച്ചു വരുന്ന ജലകണികകൾ അവിടെയുള്ള ഉപ്പുപരലുകളുടെയോ അല്ലെങ്കിൽ ഉപ്പു കണികകളുടെയോ പൊടിപടലങ്ങളിലോ പറ്റിപ്പിടിക്കുകയും അവ മേഘങ്ങളായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാനും കഴിയും. ഓർക്കുക സുഹൃത്തുക്കള്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഉയർന്ന വ്യാപ്തവും സാന്ദ്രതയും ഉള്ളത് കൊണ്ട് തന്നെ മേഘങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഉയർന്ന വ്യാപ്തവും സാന്ദ്രതയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് മേഘങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് മേഘങ്ങൾ താഴേക്ക് വീഴാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, മേഘങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ സൈസ് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. അത്ര വളരെ ചെറിയ കണികകളാണ് എവിടെ കാണപ്പെടുന്നത്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അവിടെയാണ് ഈ ജലബാഷ്പം ചെന്ന് എന്ത് ചെയ്യുന്നത്? ഒട്ടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘങ്ങൾ എന്ത് ചെയ്യുന്നില്ല? താഴേക്ക് വീഴുന്നില്ല. ഇതുപോലെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഭൂമിയുടെ 50% എപ്പോഴും മേഘാവൃതമായിരിക്കും. ഭൂമിയുടെ 50% എപ്പോഴും എന്തായിരിക്കും? മേഘാവൃതമായിരിക്കും. ഓർക്കുക, ബഹിരാകാശത്തേക്ക് കാര്യക്ഷമമായി സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും അതുവഴി ഭൂമിയുടെ താപത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവൽ PSC ചോദിക്കും. ബഹിരാകാശത്തേക്ക് കാര്യക്ഷമമായി സൂര്യപ്രകാശത്തെ അവൻ എന്ത് ചെയ്യോടെ? മേഘങ്ങൾ പ്രതിഫലിപ്പിക്കും. അതുവഴി ഭൂമിയുടെ താപത്തെ എന്ത് ചെയ്യും? കുറയ്ക്കുകയും ചെയ്യും. വായുപൂരിതമാകുമ്പോൾ ജലബാഷ്പത്തിൽ നിറയുമ്പോഴോ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. അപ്പൊ വായു എന്ത് ചെയ്തു? പൂരിതമാകുന്നു. എന്തുകൊണ്ട് പൂരിതമാകുന്നു? എന്തുകൊണ്ട് വായു നിറയണം? ജലബാഷ്പം കൊണ്ട് നിറയുമ്പോൾ എന്താകും? അത് മേഘമായി മാറും. മറ്റൊരു പോയിന്റ് ആണ് പറയുന്നത് സുഹൃത്തുക്കൾ, ഓർക്കുക. വായു പൂരിതമാകുമ്പോൾ, എന്തുകൊണ്ട് പൂരിതമാകുന്നു? ജലബാഷ്പം കൊണ്ട് വായു നിറയുമ്പോൾ അത് മേഘമായിട്ട് മാറുമെന്ന് പറയുന്നു. പഠിച്ചു വെച്ചിരിക്കുക. ഈർപ്പമുള്ള വായു ചെറുതായി തണുക്കുമ്പോൾ അവ മേഘമായി മാറുന്നു. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈർപ്പമുള്ള വായു ചെറുതായി തണുക്കുമ്പോൾ അവ മേഘമായി മാറുന്നു. ഈർപ്പമുള്ള വായു ചെറുതായി തണുക്കുമ്പോൾ അവ എന്തായിട്ട് മാറുന്നു? മേഘമായിട്ട് മാറുന്നു. മേഘത്തിന് സാധാരണ നിറം വെളുപ്പാണ്. ഇവ സൂര്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് വെളുത്ത നിറം ലഭിച്ചത്. എങ്ങനെയാണ്? മേഘത്തിന്റെ സാധാരണ നിറം എന്താണ്? വെളുപ്പാണ്. ഇവ സൂര്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ത് നിറം ലഭിച്ചത്? വെള്ള നിറം എന്താണ് അവയ്ക്ക് ലഭിച്ചത്? ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ബഹിരാകാശത്തേക്ക് കാര്യക്ഷമമായി സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും അതുവഴി ഭൂമിയുടെ താപത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ കൃത്യമായിട്ട് എഴുതുക. അടുത്തതായി നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണ്, മേഘത്തിന്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ പഠിച്ചോളണേ. ഒന്നാമതാണ് കാറ്റ്. മറക്കരുത്. എന്താണ്? മേഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട ഘടകം ആരാണ്? കാറ്റ്. അതുപോലെ തന്നെയാണ് താപനില. കാറ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആരുണ്ടടേ? കാറ്റുണ്ട്. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് നെഫോളജി. ഇനി നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണ്, മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. മറക്കാതിരിക്കുക. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹെവാൾഡ്. മറന്നുപോകരുത്, ലൂക്ക അല്ലെങ്കിൽ ലൂക്ക് ഹെവാൾഡ്. എന്താണ്? മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്ന പേരാണ് ലൂക്ക് ഹെവാൾഡ്. മേഘങ്ങളുടെ കൂട്ടത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് അറിയപ്പെടുന്ന പേര് ഒക്ടാസ്. OKTAS. ഒക്ടാസ്. മേഘങ്ങളുടെ കൂട്ടത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം അറിയപ്പെടുന്ന പേരാണ്
ഒക്ടാസ്. തെളിഞ്ഞ ആകാശത്തിന്റെ ഒക്ടാസ് വാല്യൂ 0 ആയിരിക്കും. തെളിഞ്ഞ ആകാശത്തിന് ഒക്ടാസ് വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ചാരനിറത്തിലുള്ളതോ മഴമേഘങ്ങളോ ആണെങ്കിൽ അവന്റെ ഒക്ടാസ് വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ 8 ആയിരിക്കോടെ. അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണം. എന്താ ഈ ഒക്ടാസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, എന്താണ്? മേഘങ്ങളുടെ കൂട്ടത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകമാണ് ഒക്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒക്ടാസ് എന്ന് 1/8 വെച്ചിട്ടാണ് ഒക്ടാസ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 8 ഭാഗം മേഘമുണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇതാണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/8 എന്നുള്ള പോയിന്റ് കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേ. അടുത്തതായി നമ്മൾ പോകുന്നതാണ് മേഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ PSC ഏറ്റവും കൂടുതൽ മേഘങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ഇവിടെ നിന്നാണ്. മേഘങ്ങളെ പ്രധാനമായും 4ആയി തരംതിരിക്കുന്നു. ഇതാണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്നത്. ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, അതുപോലെ സിറസ് മേഘങ്ങൾ. ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൂടെ റെഫർ ചെയ്ത് കൂടുതൽ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം ക്യുമുലസ് മേഘത്തിലേക്ക്. നോക്കാടെ, ക്യുമുലസ് മേഘം മുകൾ ഭാഗം വൃത്താകൃതിയിലും താഴികക്കുടം പോലെ അരികുകളുമുള്ള മേഘങ്ങളാണ് ക്യുമുലസ് മേഘം. മുകളിലെ ഭാഗം വൃത്താകൃതിയിൽ കാണപ്പെടും, അരികുകൾ താഴികക്കുടം പോലെ കാണപ്പെടുന്നതുമായ മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. 4000 മുതൽ 7000 വരെ മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. എത്ര മീറ്റർ വരെയാണ്? 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. മറന്നുപോയതാരാണ്? ക്യുമുലസ് മേഘങ്ങൾ. സംവഹന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നു. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ക്യുമുലസ് മേഘങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഓർക്കുക, അത് സംവഹന പ്രക്രിയയിലൂടെയാണ്. കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം പ്രീവിയസ് പോയിന്റ് ആണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ, ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും അല്ലെ? ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ എന്താണ് കാണപ്പെടുന്ന മേഘക്കൂട്ടമാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമേ എന്ന് ചോദിച്ചാലും ക്യുമുലസ് മേഘമാണ്. ഈ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമേ എന്ന് ചോദിച്ചാലും ഉത്തരമാരാടെ? അതും ക്യുമുലസ് മേഘമാണ്. പ്രസന്ന കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. മറന്നു പോകരുത്, പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ആകാശത്തിൽ തിരമാല പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൾട്ടോ ക്യുമുലസ്. ആകാശത്തിൽ തിരമാല പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. ഇമ്പോർട്ടന്റ്. കൊടുങ്കാറ്റിന്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. കൊടുങ്കാറ്റിന്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. കൂമ്പാരം പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നതും ആരാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് കൂമ്പാരം പോലെ, അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടുകൾ കൂമ്പാരം പോലെ കിടക്കുന്നതെന്ന് ആലോചിക്കുക. കൂമ്പാരം പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആരെന്ന് പറയുന്നത്? ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. വെളുത്ത മേഘശകലങ്ങൾ കാണപ്പെടുന്നത് സീറോ ക്യുമുലസ്. മറന്നു പോകരുത്, വെളുത്ത മേഘശകലങ്ങളായിട്ട് കാണപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അതാണ് സീറോ ക്യുമുലസ് മേഘങ്ങള്. ഇതൊക്കെ പുതിയ പോയിന്റ്സ് ആയിരിക്കും സുഹൃത്തുക്കൾ, അതൊക്കെ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. മീൻ ചെതുമ്പലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് സീറോ ക്യുമുലസ് മേഘം. വീണ്ടും വന്നിരിക്കുന്നു. സീറോ ക്യുമുലസ് മേഘത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മീൻ ചെതുമ്പലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമേ എന്ന് ചോദിച്ചാൽ അത് സീറോ ക്യുമുലസ് മേഘമാണ്. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്ലൗഡ് സ്ട്രീറ്റുകൾ. എന്താ പേരിൽ അറിയപ്പെടുന്നത്? ക്ലൗഡ് സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്ലൗഡ് സ്ട്രീറ്റുകൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് നിംബസ് മേഘം. ചിത്രത്തിൽ നോക്കിയാടെ നിംബസ് മേഘത്തിനെ കണ്ടോടെ എന്ത് നിറമാടെ അവന്? ഒന്നിൽ കറുപ്പ് നിറം അല്ലെങ്കിൽ ചാര നിറമാണ് അല്ലെ നിംബസ് മേഘത്തിന്. സുഹൃത്തുക്കൾ നന്നായിട്ട് പിക്ചറിലേക്ക് നോക്കിക്കൊള്ളുക. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘം അല്ലേടെ? ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? സൂര്യപ്രകാശത്തിനെ അവൻ കടത്തിവിടില്ല. അതിനോടൊപ്പം തന്നെ ഇരുണ്ട നിറത്തിലായിരിക്കും അവൻ കാണപ്പെടുന്നത്. ഇത്തരം മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ. അതെന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ. ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളെ എന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്, നിംബസ് മേഘങ്ങളാണ്. എന്താണ് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിംബസ് മേഘങ്ങളാണ്. അപ്പൊ നിംബസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മേഘം ചോദിച്ച സുഹൃത്തുക്കൾ അപ്പോഴേ ആലോചിച്ചോളുക, അത് മഴയ്ക്കു കാരണമാകുന്നു. താഴ്ന്ന വിധാനത്തിൽ ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ്? താഴ്ന്ന വിധാനത്തില്
ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ ആയിരിക്കും ഇവൻ കാണപ്പെടുന്നത്. ചാരനിറത്തിലുള്ള കൂനകൾ പോലെ കാണപ്പെടുന്ന മഴമേഘങ്ങൾ എന്ന് ചോദിച്ചാൽ മഴയാണോ? ആലോചിച്ചോളുക, നിംബസ് മേഘങ്ങളാണ്. ചാരനിറത്തിൽ കൂനകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നിംബസ് മേഘങ്ങൾ. ജലബാഷ്പം കൂടുതലായി കാണപ്പെടുന്ന മേഘം, ഇതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ജലബാഷ്പം കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഘം. അപ്പോ നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ. ഓർക്കുക, നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. മഴ പെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൽ കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന മേഘം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഞ്ഞു മറന്നു പോകരുത്, നിംബസ് മേഘമാണ്. ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത മേഘങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിംബസ് മേഘങ്ങളാണ്. അതുപോലെ ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന മേഘമാണ് നിംബസ് മേഘം. നിംബസ് മേഘത്തിന് കൃത്യമായ ഒരു ആകൃതിയില്ല. അതൊന്ന് പഠിച്ചു വെച്ചോളാം കേട്ടാ സുഹൃത്തുക്കള്. ആകൃതിയില്ലാത്ത മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ ചിത്രത്തിലോട്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് നോക്കിയേ പിക്ചറിലോട്ട്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ ഉയരം വരെ കാണപ്പെടുന്ന മേഘങ്ങൾ. എന്താണ്? 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. വളരെ കുറച്ച് മേഘങ്ങളിൽ മാത്രമേ നമ്മള് ഉയരം പറയുന്നുള്ളൂ. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സിറസ് മേഘങ്ങൾ. നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. എന്ത് മേഘങ്ങളാണ്? സിറസ് മേഘങ്ങൾ. ചിത്രത്തിലോട്ടൊന്ന് നോക്കിയേ, പിക്ചറിലോട്ട് നോക്കിയേ, കണ്ടോ? തൂവൽ കെട്ടിന്റെ അതേ രൂപത്തിൽ കാണപ്പെടുന്നു അല്ലെ? തൂവൽ, ഒരു നേർത്ത തൂവൽ ഇരിക്കുന്നത് പോലെയാണ് ആര്? സിറസ് മേഘങ്ങൾ ഇരിക്കുന്നത്. നാരുകളായി കാണപ്പെടുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സിറസ് മേഘങ്ങൾ. പഠിക്കണം, നാരുകളായി കാണപ്പെടുന്ന മേഘം എന്നറിയപ്പെടുന്നത് ആരാണ്? സിറസ് മേഘങ്ങളാണ്. വളരെ ഉയരത്തിലായി, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട മേഘങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയരത്തിലായി കാണപ്പെടുന്ന മേഘങ്ങളെ എന്ന് ചോദിച്ചാൽ എന്താണ്? അത് സിറസ് മേഘങ്ങളാണ്. ജെറ്റ് വിമാനം കടന്നു പോകുന്നതിന്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രിയൽസ് മേഘങ്ങൾ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോൺട്രിയൽസ് മേഘങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്ന ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൺട്രിയൽസ് മേഘങ്ങൾ. കൈച്ചൂൽ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിറസ് മേഘങ്ങളാണ്. കൈച്ചൂൽ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം എന്ന് ചോദിച്ചാൽ അത് സിറസ് മേഘങ്ങളാണ്. സൂപ്പർ കൂൾഡ് ജലത്തുള്ളികൾ കൊണ്ട് സിറസ് മേഘം നിർമ്മിച്ചിരിക്കുന്നു. ഇത് പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ PSC ചോദിക്കും. സൂപ്പർ കൂൾഡ് ആയിട്ടുള്ള ജലബാഷ്പം അല്ലെങ്കിൽ ജലത്തുള്ളികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മേഘം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് സിറസ് മേഘങ്ങളാണ്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും തീവ്രമായ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറസ് മേഘങ്ങളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ചില സമയങ്ങൾ അന്തരീക്ഷം അതിതീവ്രമായ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന് കാരണമാണെന്ന് ചോദിച്ചാൽ ആരാടെ? അത് സിറസ് മേഘങ്ങളാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങളെ പറ്റി. സ്ട്രാറ്റസ് മേഘത്തിന്റെ പ്രത്യേകത എന്താ? സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. സ്ട്രാറ്റസ് മേഘം ഇരിക്കുന്ന രീതി ഒന്ന് നോക്കി വെച്ചേക്കുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റിലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഘങ്ങള് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. മോശമായ കാലാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ മഴച്ചാറ്റിലുള്ള സമയത്തും എന്താണ് ആകാശത്ത് കാണപ്പെടുന്ന മേഘം ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ശൈത്യമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ശൈത്യകാല മേഘങ്ങൾ അല്ലെങ്കിൽ ശൈത്യമേഘം എന്നറിയപ്പെടുന്നത് ആരാടെ? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. നേർത്ത പാട പോലെ ആകാശത്തെ മൂടിക്കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങൾ. മറന്നു പോകരുത്. നേർത്ത പാട പോലെ ആകാശത്തെ മൂടിക്കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിന് നീല, ചാരം എന്നീ നിറങ്ങൾ നൽകുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ PSC ചോദിക്കും. ആകാശത്തിന് നീല നിറം അല്ലെങ്കിൽ ചാരനിറം നൽകുന്ന മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. താഴ്ന്ന വിതാനത്തിൽ എങ്ങനെയാണ്? കനത്ത പാളികളായി കാണപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന മേഘം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന മേഘം എന്ന് ചോദിച്ചാൽ അത്
സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഭൗമോപരിതലത്തിൽ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൂടൽ മഞ്ഞ്. ഇനി പഠിക്കാതെ പോവരുതടെ, ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാ എന്ത്? മൂടൽ മഞ്ഞ്. ഇല്ലെങ്കിൽ മൂടൽ മഞ്ഞിന് കാരണമാകുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റസ് മേഘത്തിന്റെ ഒരു വകഭേദമാണ്. താപനഷ്ടമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായു സഞ്ചയങ്ങളുടെ സങ്കലനം മൂലമോ രൂപപ്പെടുന്നവയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താപനഷ്ടമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുകൾ തമ്മിലുള്ള സങ്കലനം മൂലമോ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. തെളിഞ്ഞ ആകാശത്തിന് ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയങ്ങൾക്ക് കാരണം സീറോ സ്ട്രാറ്റസ് മേഘങ്ങള്. തെളിഞ്ഞ ആകാശത്തിന് ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയങ്ങൾക്ക് കാരണമാരെന്ന് ചോദിച്ചാൽ അത് സീറോ സ്ട്രാറ്റസ്. എന്നാൽ ആകാശത്തിന് നീലയോ ചാരയോ നിറം നൽകുന്ന, ചാരം നിറമോ നൽകുന്നതാരെന്ന് ചോദിച്ചാൽ അത് ആൾട്ടോ സ്ട്രാറ്റസ് ആണ്. സുഹൃത്തുക്കൾ ഓർക്കുക, അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഷീറ്റുകൾ അടുക്കിയ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം എന്ന് ചോദിച്ചാൽ അതും ആരാടെ? സ്ട്രാറ്റസ് മേഘമാണ്. മേഘങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാനുള്ളത്. PSC ഇതുവരെ ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയൻസ് മേഘങ്ങൾ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നാക്രിയൻസ് മേഘം. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയൻസ് മേഘങ്ങൾ. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘമാണ് നൊക്ടിസുലന്റ് മേഘങ്ങൾ. മറന്നുപോയ എന്താണ്? നൊക്ടിസുലൻസ് മേഘങ്ങളാണ് ഏറ്റവും ഉയരത്തിൽ, ഭൂമിയിലെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാൽ അതാണ് നൊക്ടിസുലന്റ് മേഘങ്ങൾ. ഇത് കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. അപ്പോൾ തന്നെ അറിയാലേ, നല്ല ഉയരത്തിലാണ് കാണപ്പെടുന്നത് നൊക്ടിസുലന്റ് മേഘങ്ങൾ. മറന്നു പോവരുത്. വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടം എയർ പോക്കറ്റുകൾ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിമാനയാത്രക്കിടയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടം അറിയപ്പെടുന്ന പേരാണ് എയർ പോക്കറ്റ്സ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്നതാണ് ബ്രൗൺ ക്ലൗഡ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്നത് ബ്രൗൺ ക്ലൗഡ്സ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്തെ രൂപീകരിക്കപ്പെട്ട മേഘങ്ങളാണ് കൂൺ മേഘങ്ങൾ അഥവാ മഷ്റൂം മേഘങ്ങൾ. മറന്നുപോകരുത്, കൂൺ മേഘങ്ങൾ അല്ലെങ്കിൽ മഷ്റൂം മേഘങ്ങൾ. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ബാനർ മേഘങ്ങൾ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ്. ഉയർന്ന മലമുകളിലും പർവ്വതങ്ങൾക്ക് മുകളിലായും കാണപ്പെടുന്ന മേഘങ്ങളാണ് ബാനർ മേഘങ്ങൾ. ഓർക്കുക. ലെൻസിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് ലെന്റിക്കുലാർ മേഘം. എന്ന് പേരിൽ അറിയപ്പെടുന്നത് ലെന്റിക്കുലാർ മേഘം. ലെൻസിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം അറിയപ്പെടുന്ന പേരാണ് ലെന്റിക്കുലാർ മേഘം. ലെൻസിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് ലെന്റിക്കുലാർ മേഘം. മേഘങ്ങൾ കാണപ്പെടുന്ന ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേഘങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾക്ക് ഉദാഹരണം, അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിറസ് മേഘങ്ങൾ, അതുപോലെ സീറോ ക്യുമുലസ് മേഘങ്ങൾ, അതുപോലെ സീറോ സ്ട്രാറ്റസ് മേഘങ്ങൾ. എന്തൊക്കെയാണ്? സിറസ് മേഘങ്ങള്, സീറോ ക്യുമുലസ് മേഘങ്ങള്, സീറോ സ്ട്രാറ്റസ് മേഘങ്ങൾ എല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഉയർന്ന തലത്തിലാണ് കാണപ്പെടുന്നത്. സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. മധ്യതലത്തിലുള്ള മേഘങ്ങൾക്ക് ഉദാഹരണം, അതായത് പകുതി ഭാഗത്ത് മധ്യതലത്തിലുള്ള മേഘങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങളും അതുപോലെ തന്നെ ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങളും. മധ്യതലത്തിലുള്ള മേഘങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആൾട്ടോ ക്യുമുലസും അതുപോലെ ആൾട്ടോ സ്ട്രാറ്റസ് മേഘവും. നിമ്നതലത്തിൽ കാണപ്പെടുന്ന, നിമ്നം എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്, നിമ്നതലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഓർക്ക്, ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ തമ്മിൽ തിരിയും. എഴുതി തന്നെ പഠിക്കുക. നിമ്നതലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ, നിംബോ സ്ട്രാറ്റസ് മേഘങ്ങൾ, സ്ട്രാറ്റോ ക്യുമുലസ് മേഘങ്ങൾ. ഏതൊക്കെയാണ്? സ്ട്രാറ്റസ് മേഘങ്ങള്, നിംബോ സ്ട്രാറ്റസ് മേഘങ്ങള്, അതുപോലെ സ്ട്രാറ്റോ ക്യുമുലസ് മേഘങ്ങള്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തിട്ടുമാണ് ഈ പോയിന്റ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ LDC 100 Days ചലഞ്ചിന്റെ നമ്മൾ നോക്കിയത്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് 2-3 തവണ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി മാറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഇത്ര നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.